കോഴിക്കോട് ജില്ലയിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന സൂചന നൽകി CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. എലത്തൂർ സീറ്റ് CPIM ഏറ്റെടുക്കുമെന്നത് പ്രചാരണം മാത്രമാണെന്നും M. മെഹബൂബ് അല്പം മുമ്പ് 24-നോട് പറഞ്ഞു. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടത്തിന്റെ റിപ്പോർട്ട്. ഗുഡ് മോർണിംഗ് SKN. തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കെട്ടുണ്ടെന്ന് കഴിഞ്ഞു. വിവിധ പാർട്ടികൾ, മുന്നണികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ തയ്യാറെടുപ്പ് നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്ന ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടന്നത്. ഈ ഘട്ടത്തിൽ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. കോഴിക്കോട് ജില്ല സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് ഒരു വലിയ മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നൊരു ജില്ലയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതീക്ഷ? തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. കാരണം ആ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് ഇരു മുന്നണികളും പ്രവർത്തിച്ചത്. ഇപ്പോൾ കിട്ടിയ വോട്ടിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കണം. അതിനുവേണ്ടി എങ്ങനെയാണ് CPIM ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്? വരുന്ന 15-ാം തീയതി മുതൽ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ ഗൃഹസന്ദർശന പരിപാടി നടത്തുകയാണ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. കോഴിക്കോട് ജില്ലയിൽ സിറ്റിംഗ് MLA-മാർ അതെല്ലാം നിലനിർത്താൻ പറ്റുമോ? ആ മണ്ഡലങ്ങളെല്ലാം നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായും എല്ലാ മണ്ഡലവും ഞങ്ങൾ നിലനിർത്തും. അതിലൊന്നും ഞങ്ങൾക്ക് വേറൊരു ആശങ്കയൊന്നുമില്ല. ഈ നിലവിലുള്ള മുന്നണി സംവിധാനങ്ങളെല്ലാം അതേപടി പോവുകയും അതാത് സീറ്റുകൾ അതേപടി തന്നെ പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കല്ലേ ഉണ്ടാവുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റ പാർട്ടിയായി നിൽക്കുന്ന പോലെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കാറുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടും. കുറ്റ്യാടിയിൽ CPIM തന്നെ ആയിരിക്കില്ലേ മത്സരിക്കുന്നത്? അതൊന്നും പറയാൻ കഴിയില്ല. നിയമസഭാ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. നിലവിലുള്ള സീറ്റുകളൊന്നും മാറ്റാൻ സാധ്യതയില്ലല്ലോ. നിലവിലുള്ള സീറ്റുകളൊന്നും മാറ്റാൻ സാധ്യതയില്ല. ഈ മറ്റൊന്ന് എലത്തൂർ സീറ്റ് CPIM എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചരണമാണോ? അങ്ങനെ പറയാം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിയില്ല. കോഴിക്കോട് ജില്ല ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും. നേരത്തെ ഉള്ള സീറ്റ് പൂർണ്ണമായി നിലനിർത്തുകയും വടകര തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. വടകര കൂടി ഞങ്ങൾ ജയിക്കും എന്ന ധാരണയിലേക്കാണ് ഞങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം നീക്കി പോകുന്നത്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇടതുമുന്നണിക്ക് അനുകൂലമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല. നിലവിലുള്ള സീറ്റുകളെല്ലാം നിലനിർത്തുകയും വടകര തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമെന്നാണ്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.